ഹലോ ഫ്രണ്ട്, ഫോണിലേക്കുള്ള വഴി തന്നെയല്ലേ? അതല്ലേ വഴി? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ലിനിയ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോർത്ത് വെയിൽസിൽ സ്നോഡോണിയയിൽ ഹൈക്കിങ്ങിന് വന്നിട്ട് ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ നമ്മൾ ചുറ്റും കാണുന്ന മലകളൊക്കെയാണ് ഹൈക്ക് ചെയ്യാനായിട്ട് പോകുന്നൊരു പാത്തുണ്ട് നമ്മുടെ കയ്യിൽ. ഇത് നല്ല വാം ആൻഡ് പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഡേ ആണ്. അപ്പോൾ ഹൈക്കിങ്ങിനൊക്കെ പറ്റിയ നല്ല അടിപൊളി ഒരു വെതറാണ്. സാധാരണ തണുപ്പുണ്ടാവാറുള്ള സ്ഥലമാണ് മാർച്ചിലൊക്കെ, കുറച്ച് വിൻ്ററി ആയിട്ടുള്ള സ്ഥലമാണ് സ്നോഡോണിയ. അപ്പോൾ നമുക്ക് എന്തായാലും മുകളിലേക്ക് പോകാം. ഇതാണ് കേട്ടോ നമ്മുടെ ഹൈക്കിംഗ് പാത്ത്. ആളുകളൊക്കെ ഓൾറെഡി മുമ്പോട്ട് പോയിട്ടുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഹൈക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വിചാരിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നിരപ്പായിട്ടുള്ള വഴി, എന്ത് ഈസിയാണ് കയറി പോകാമെന്ന് വിചാരിച്ചാണ് നമ്മുടെ പരിപാടി തുടങ്ങിയത്. പക്ഷെ മുമ്പോട്ട് പോകും തോറും അത് ഹാർഡായി വരുന്നത് കണ്ടു. അതുപോലെ തന്നെ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും വീഡിയോ എടുക്കാനുള്ള നമ്മുടെ ആരോഗ്യമൊക്കെ തീർന്ന് വീഡിയോ എടുക്കലൊക്കെ നിർത്തി വെച്ചായിരുന്നു കേട്ടോ. നമ്മൾ കയറി പോകുന്നുള്ള വഴിക്കുള്ള വ്യൂ നോക്കൂ ഗൈസ്. അടിപൊളി വ്യൂ ആണ്. ബാക്ക്ഗ്രൗണ്ടിൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിളികളുടെ ശബ്ദം, അതുപോലെ അല്ലേ വെള്ളം ഒഴുകുന്ന സൗണ്ടുമാണ്. ഹലോ ഗൈസ്, ഹലോ സുഖങ്ങളൊക്കെ തന്നെ. ഹലോ നമ്മളിതുകൊണ്ട് ഞാൻ മലയുടെ താഴ്വാരത്തിൽ നിന്നാണ് നടന്നു വന്നത്. ഞാൻ മലയിൽ കണ്ട് പൊക്കൊണ്ടിരിക്കുന്നത്. താമരക്കണ്ണുകളിൽ തളിരിട്ടലതിയും പൊന്നിൻ പുലർ. വെരി ടേസ്റ്റി വാട്ടർ, ഫ്രഷ് ആണ്. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് മാർച്ച് 3, 2026. അപ്പോൾ മാർച്ചിൽ ഇവിടെ ചൂട് തുടങ്ങേണ്ട സമയമായിട്ടില്ല. രാവിലെ എണീറ്റപ്പം ടെമ്പറേച്ചർ കാണിച്ചത് 3 ഡിഗ്രി 3 ഡിഗ്രി ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ 2 ലെയറൊക്കെ പാക്കപ്പ് ചെയ്താണ് ഇറങ്ങിയത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ സൂര്യൻ അണ്ണാക്കിലടിക്കുന്നു. അത്രയ്ക്ക് നല്ല ചൂട്. 1-2 ലെയർ നമ്മൾ ഊരി വെച്ചു. പക്ഷെ അടുത്ത ലെയർ ഊരിയിട്ടൊരു ടീഷർട്ടൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൈ കരുതണ്ടായിരുന്നു. കരുതിയില്ല, അതുകൊണ്ട് നല്ല ചൂടുണ്ട്. കയറി പോകുന്ന വഴിയിൽ ഇടയ്ക്കൊരു ലേക്ക്, നല്ല രസമുണ്ടല്ലേ കാണാൻ ഗൈസ്. ഇവിടെ ഒരു ലേക്ക്, അവിടെ ഒരു കുഞ്ഞു ലേക്ക്, അവിടെ ഒരു വലിയ ലേക്ക്, നിറച്ച് ലേക്ക് ആൻഡ് മലാസ്. അപ്പം നമ്മുടെ ഹൈക്ക് കുറച്ചും കൂടെ ഹാർഡറായിട്ട് വരുന്നുണ്ട് മുകളിലേക്ക്. എന്താ അവിടെ ഇടയ്ക്ക് വെച്ചപ്പോൾ ഉണ്ട് ചെറിയൊരു ബ്രേക്ക് എടുത്തേക്ക് വന്നു, കൊണ്ടുവന്ന സപ്ലിമെൻറ്റ്സ് കഴിക്കാനായിട്ട്. ഏകദേശം നമ്മൾ പൊക്കത്തഴൊക്കെ എത്താറായിട്ടുണ്ട്. കയറിപ്പോഴുണ്ടായിരുന്ന ആരോഗ്യം ചുണയൊന്നും ഇപ്പം ഇല്ല, ക്ഷയിച്ചു തുടങ്ങി. ഹൈക്ക് ഈസ് ഗെറ്റിംഗ് ഹാർഡർ ആൻഡ് ഹാർഡർ. അപ്പോൾ ഏകദേശം നമ്മൾ സമ്മിറ്റിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. സ്നോഡോണി വന്നിട്ട് സ്നോ കണ്ടിട്ടെന്നുള്ള പരാതിയാണ്. ഐസ് കട്ടായിട്ടുള്ളത്. തരിയൊരി
ഈ ഒരു പോർഷൻ എത്തിയപ്പോഴേക്കും ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു തുടങ്ങിയായിരുന്നു കേട്ടോ. മുമ്പോട്ട് പോകുന്ന അത്ര സേഫ് ആണോ എന്ന് തോന്നി തുടങ്ങി. കാരണം നമുക്കിവിടെ ഹൈക്ക് ചെയ്യാനാണെങ്കിൽ പല ലെവലുകാർക്ക് പല പാത്തുകളാട്ടോ. ബിഗിനേഴ്സിനൊരു പാത്ത്, ഇൻ്റർമീഡിയറ്റ്, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളവർക്ക് വേറൊരു പാത്ത്. അപ്പോൾ ഇതൊരു പക്ഷേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളവർ പോകുന്ന വഴിയായിരിക്കും എന്ന് ഞാൻ ഊഹിക്കുന്നു. എന്തായാലും എനിക്ക് കണ്ടിട്ട് ലേശം പേടിയാവുന്നുണ്ടായിരുന്നു. മുമ്പോട്ട് പോകുന്തോറും പാത്ത് നാരോ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ആൾക്കാർ വളരെ കൂളായിട്ട് അതുവഴി നടക്കുന്നുമുണ്ടായിരുന്നു. കാണുന്നതാണ് സ്നോഡോണിയൻ സമ്മിറ്റ്. അപ്പം നമ്മുടെ കലാപരിപാടികളൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഒരു മഞ്ഞത്തുണി കീറ പയ്യും കൂടെ എടുത്തോളി എന്നുള്ളൊരു ഇതായിട്ടുണ്ട്. വീട്ടിൽ ചെല്ലുക, നല്ലൊരു ഹോട്ട് ബാത്ത് എടുക്കുക, ഫുഡ് അടിക്കുക, കിടന്നുറങ്ങുക. ഒരിടത്ത് എത്തിയിട്ടില്ല, ഇനിയുണ്ട് കിലോമീറ്റേഴ്സ് നടക്കാൻ. ഇപ്പോഴത്തെ ഒരു തോന്നൽ എന്താണെന്ന് വെച്ചാൽ ഇനി ഈ വർഷം ഇങ്ങനൊരു നടക്കാൻ പോകേണ്ട തോന്നുന്നുണ്ട്. പക്ഷെ നമ്മൾ 5 ദിവസം ഇവിടെ ഉണ്ട്. 5 ദിവസം നമ്മൾ നടക്കണം എന്ന് പ്ലാനിട്ടാണ് വന്നേക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ റിക്കവറായി കഴിഞ്ഞാൽ നാളെ വീണ്ടും നടക്കാനിറങ്ങും. നമ്മൾ നടന്ന് ബോർഡർ കടന്നപ്പോഴേക്കും ഓൾമോസ്റ്റ് സൺസെറ്റൊക്കെ കഴിഞ്ഞ് രാത്രി വീണ് തുടങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ നിരപ്പായ പാതയിലെത്തിയപ്പോഴേക്കായിരുന്നു സന്ധ്യയായി തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല നടക്കാനായിട്ട്. ശരിക്കും പറയുകയാണെങ്കിൽ കയറി പോയതിനേക്കാളും ബുദ്ധിമുട്ട് ഇറങ്ങി വന്നുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ. കയറി പോകാൻ കുറച്ചുകൂടി ഈസി ആയിട്ട് കയറി പോകാൻ പറ്റുമല്ലോ എനിക്ക് തോന്നി. ഇറങ്ങി വരാനായിട്ട് നമ്മൾ നന്നായിട്ട് നോക്കി വരണം, ഇല്ലെങ്കിൽ സ്ലിപ്പായിട്ടുണ്ടെങ്കിൽ ഒറ്റ പോരലിന് താഴെ എത്തുമോ എന്നുള്ളൊരു തോന്നലായി തുടങ്ങി. അപ്പോൾ കൂടുതൽ സ്നോഡോണിയ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോസിൽ കാണാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.